ഒരു ഈസി ബ്രെഡിൻ്റെ റെസിപ്പിയാണേ. നമ്മളിപ്പം പാലും പഞ്ചസാരയും ഈസ്റ്റും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അത് 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന ഈ പൊടിയുമായിട്ട് ചേർത്ത് നമുക്ക് ചപ്പാത്തിയുടെ ആ ഒരു രൂപത്തിൽ കുഴച്ചെടുക്കാം. ചപ്പാത്തി രൂപത്തിലല്ല, കുറച്ചും കൂടി ഒരു ലൂസായിട്ട് കുഴച്ചെടുക്കാം. ഓക്കെ. 1 ഗ്ലാസ് മൈദ, 1 ഗ്ലാസ് ചെറിയ ചൂടുപാൽ, 5 സ്പൂൺ ഷുഗർ, കുറച്ച് ഈസ്റ്റ്, 1 മുട്ട എന്നിവയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തത്. 2 hours വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. മീഷോയിലെ ഒരു പ്രോഡക്റ്റാണ്. റേറ്റ് വളരെ കുറവാണ്. നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷേ ഞാനിപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടി ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചേക്കുന്നത് കൂടെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ലിങ്ക് കുറച്ച് കുറവായിട്ട് തോന്നുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാമേ. നമ്മൾ രാവിലെ 10 o'clock സ്റ്റാർട്ട് ചെയ്തതാണ്. 10 o'clock സ്റ്റാർട്ട് ചെയ്തെങ്കിലും കണ്ടിന്യൂസ് ഒരു പ്രോസസ്സിങ് അല്ലായിരുന്നല്ലോ. കുറച്ച് നേരം ഇത് എല്ലാം മിക്സ് ചെയ്യുന്നു, എടുത്ത് വെക്കുന്നു, പിന്നെ അതിനെ ഇതാക്കുന്നു. 2-3 സ്റ്റെപ്പ് ഇതിനുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഒരു ഹോൾ ഡേ മുഴുവനും ഇതിനു വേണ്ടി ചിലവഴിച്ചു എന്ന് തോന്നൽ വരുന്നു. അത്ര വലിയ പണിയൊന്നും അല്ല, എന്നിരുന്നാലും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ലേ. പിന്നെ സക്സസ് ആവുകയാണെങ്കിൽ സന്തോഷം. എന്തായാലും നോക്കാം എങ്ങനെയായി തീരുമെന്നുള്ള കാര്യം. ബ്രെഡ് ഉണ്ടാക്കുന്ന ലോഫ് ടൈം നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു കേക്കിൻ്റെ പാനിനകത്താണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ട ഈ ഷേപ്പിലായിട്ടുണ്ട്. പക്ഷേ ഇതൊരു ബ്രെഡിൻ്റെ ഒരു ഷേപ്പല്ല, സത്യത്തിൽ ഇത് ഷേപ്പ്ലെസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പേടിച്ചത് സംഭവിച്ചില്ല, ഞാൻ കരുതി ഇളകി വരുത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ബ്രെഡിൻ്റെ ഷേപ്പല്ല, ഒരു ഏകദേശം ഒരു ഹാഫ് ലവിൻ്റെ ഷേപ്പായിട്ടുണ്ട്.